ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം ഗുവാഹത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരമാണിപ്പോൾ ഗുവാഹത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷമായിട്ടാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും 3 മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പര കളിക്കുന്നത്. ആ ഒരു പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് പരിക്ക് കാരണം താരത്തിന് പകരമായിട്ട് KL രാഹുലാണ് ഇന്ത്യൻ ടീമിനെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ നയിക്കുന്നത്. ഇതിനു മുമ്പ് പലവട്ടം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് KL രാഹുൽ. ഒരു 12 മത്സരങ്ങൾ വരെ താരം ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ട്. കൂടാതെ IPL പല ടീമുകളുടെയും ക്യാപ്റ്റനായ താരം കൂടിയാണ് KL രാഹുൽ. ഇന്ത്യയുടെ ടീമിലെ നിലവിലെ സീനിയർ താരവും കൂടിയാണ്. ഋഷഭ് പന്താണ് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതേസമയം മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസന് ഇത്തവണയും ഏകദിന ടീമിൽ ഇടമില്ല. വീണ്ടും BCCI സഞ്ജുവിനെ അവഗണിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ മറ്റൊരു യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ സ്ഥാനം നിലനിർത്തി. ഇത്തവണ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായിട്ട് 2 യുവ താരങ്ങളെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള എതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ യുവതാരങ്ങളായ ഋതുരാജ് ഗെയ്ക്വാദിനെയും യശസ്വി ജയ്സ്വാളിനെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 താരങ്ങളിൽ ഒരാളായിരിക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള ഏകദിന പരമ്പരയിലെ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായിട്ട് എത്തുന്നത്. ഇന്ത്യയുടെ മധ്യനിര ബാറ്ററായ ശ്രേയസിന് പരിക്ക് കാരണം താരത്തിന് പകരമായിട്ട് തിലക് വർമ്മയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയെ ടീമിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ നിന്നും താരത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറും സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവാണ് സ്പെഷ്യൽ സ്പിന്നറായിട്ട് എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ്. അക്ഷർ പട്ടേലിനെ ഒഴിവാക്കിക്കൊണ്ടാണ് രവീന്ദ്ര ജഡേജയെ ടീമിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പേസ് നിരയുടെ മുഖ്യ താരങ്ങളായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഇല്ല എന്നുള്ളതാണ്. ഈ 2 താരങ്ങൾക്ക് BCCI വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ബുംറയ്ക്കും സിറാജിൻ്റെയും അഭാവത്തിൽ ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുന്നത് യുവതാരങ്ങളായ അർഷദീപ് സിംഗും ഹർഷിത് റാണയും പ്രസിദ്ധ് കൃഷ്ണയുമാണ്. ഈ 3 താരങ്ങളാണ് പേസ് നിരയെ നയിക്കുന്നത്. എന്തായാലും 3 മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് നവംബർ 30 റാഞ്ചിയിലാണ്. അതിനുശേഷം റായ്പൂരിലും വിശാഖപട്ടണത്തുമായിട്ടാണ് 2ഉം 3ഉം ഏകദിന മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ KL രാഹുലിൻ്റെ ക്യാപ്റ്റൻസിയിൽ 15 ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.